ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് എടുത്ത വീഡിയോ ആണേ. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് മെയിനായിട്ട് പറയാനുള്ള വെള്ളം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. വെള്ളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ പഞ്ചായത്ത് നമുക്ക് ഒരു ഡ്രമ്മ് വെള്ളം തരും. അപ്പം ആ വെള്ളമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി പുറത്തൊരു അടുപ്പുണ്ട്. ആ അടുപ്പിൽ ചോറും വെള്ളവും വെച്ചിരിക്കുകയാണേ. അപ്പം പിന്നെ കുറേ നാട്ടിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഡൽഹിയിൽ നിന്ന് വരുമ്പം ഇട്ട തുണികളും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിടും. എന്നിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഊരി പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ആ തുണിയൊക്കെ കുറേ കൂട്ടി വെച്ചതാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയിൽ അതും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നല്ല വെയിലാണ് നാട്ടിൽ. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചൂടാണേ. അപ്പോൾ അങ്ങനെ വെള്ളം കണ്ടോ ഡ്രമ്മിൽ പിടിച്ചു വെച്ചത്. അപ്പോൾ പഞ്ചായത്ത് കൊണ്ടുവന്ന വെള്ളമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴല്ലേ മീൻ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബത്തൽ മീനായിരുന്നു കേട്ടോ. നിങ്ങളെന്താ പറയാമെന്നറിയില്ല ഓരോ സ്ഥലത്തും. അങ്ങനെ ആ ബത്തൽ മീൻ നന്നായി കഴുകി കൊണ്ടുവച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ മോൾക്ക് ഐസ്ക്രീം കൊണ്ടു കൊടുത്തു. അപ്പോൾ അവളെ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അതിന് എടുത്ത് കഴിക്കുകയും ചെയ്തേ. നല്ല സുഖം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചപ്പോൾ. അങ്ങനെ മീനൊക്കെ കഴുകി കൊണ്ടുവന്ന് ഞാൻ മീൻ കറി വയ്ക്കാൻ പോവാണ്. അപ്പം കുറച്ച് മുളക് പൊടിയും 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു. വാളംപുളി കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ചേർത്ത്, പിന്നെ 2 തക്കാളിയും പുളിയും പിഴിഞ്ഞ വെള്ളവും ചേർത്തിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം ഞാനൊരു ജ്യൂസ് കുടിക്കുകയാണേ. വത്തക്കയല്ലേ, അതിൻ്റെ ജ്യൂസ് മോളടിച്ച സമയത്ത് നല്ലോണം ഐസൊക്കെ ഇട്ടിട്ടാട്ടോ അടിച്ചത്. ഞാനതൊരു ഗ്ലാസ് വാങ്ങി കുടിച്ചേ. എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ്. ഞാനതൊന്നും നോക്കിയില്ല. ഭയങ്കര സുഖം ഉണ്ടായിരുന്നു അത് കുടിച്ച സമയത്ത്. ഭയങ്കര ചൂട്, എന്തൊരു ചൂടാണെന്നറിയാം. അപ്പോൾ കിച്ചണിലും നിൽക്കാൻ വയ്യ. പുറത്ത് ഇങ്ങനെ അടുപ്പിൽ ചോറും കറി വെക്കുമ്പോൾ പുറത്തുനിന്ന് കുറച്ചൊരു ഇലകളൊക്കെ അനങ്ങുമ്പോൾ നമുക്കൊരു നല്ലൊരു സുഖാട്ടോ. എപ്പോഴും ഞാനൊരു വിചാരിച്ച് പുറത്താണ് ഇനിയുള്ള കിച്ചണിലെ കുക്കിങ്ങൊക്കെ ചെയ്യണത്. അതാകുമ്പോൾ കുറച്ച് തീ കൊള്ളണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മുളക് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തത് കുറച്ച് കുപ്പിയിലേക്ക് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും സവോള വഴറ്റിയതായിരുന്നേ. അപ്പോൾ ആ പാത്രങ്ങൾ ഉണ്ടല്ലോ, സവോളയൊക്കെ വഴറ്റി വെച്ചത്, പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാത്രവും പണി കഴിയുമ്പോൾ എല്ലാ പാത്രവും ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. ഓരോന്നായി കഴുകും. കുറേ വെള്ളം വേണ്ടി വന്നാലോ, എനിക്കാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചെയ്യാൻ അറിഞ്ഞും കൂടാ. അങ്ങനെ ഞാനത് ഒക്കെ രണ്ടും മാറ്റി വെച്ച് വേറെ പാത്രത്തിലേക്കൊക്കെ അടച്ചൊക്കെ വെക്കുകയാണേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ കറി വെക്കണമല്ലേ, തേങ്ങ അരച്ചിട്ടാണ് മീൻ കറി വെക്കണേ. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയിട്ട് മീൻ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചതാണേ. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കുറച്ച് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ തിളച്ചിട്ട് മീനൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ നന്നായി ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് ഞാൻ ആ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മീനെടുത്തരും. ഒരു 10 മീനെടുത്ത് മാറ്റി വെച്ചേ. മോൾക്കത് പൊരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 10 എണ്ണം മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ.
അങ്ങനെ ഞാൻ മീൻ ഒന്ന് ഇളക്കി നോക്കി ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരവി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയുള്ളിയും തേങ്ങയും ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കറിയിൽ ചേർത്ത് എന്താ പറയുക, നന്നായി ഇളക്കി കൊടുത്തേ. തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് കറി കുറച്ചൊരു തിക്ക് കൂടുതലുള്ള മാതിരി തോന്നിയിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നു, ആ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. തേങ്ങ അരച്ച കറിയായാലും കുറച്ചൊരു ലൂസായാലേ ആ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം കട്ട പിടിച്ച മാതിരി കറിയാവൂലേ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തള വരുന്നവരെ നിന്നിട്ട് പിന്നെ കറി ഒന്ന് വറവിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ അത് ആ തള വരും. തള വന്നിട്ട് ഞാൻ കറി വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നും വേണം. അപ്പോൾ ഉപ്പേരി ഇല്ലാത്തൊരു പരിപാടിയല്ല. അപ്പോൾ ഞാൻ ആ ഉപ്പേരിക്കുള്ളതൊന്ന് എടുത്ത് മാറ്റി വെച്ച് കഴുകി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കടുകും ഇട്ടിട്ട് പിന്നെ കടുക് താളിക്കുകയാണ് മീനിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിരുന്നു. നാട്ടിൽ ഇവിടെയുള്ള കറിവേപ്പിൻ്റെ ഇലയൊക്കെ വാടിപ്പോയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ കടുകും പൊട്ടിച്ച് കറി വറവിട്ടെടുക്കുകയാണേ. അപ്പോഴതാ സിങ്ക് നിറയെ പാത്രങ്ങളാട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എന്താക്കിയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പാത്രങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ഇതൊക്കെ കഴുകണ്ടേ. ഓരോന്നോരോന്ന് ഞാൻ ഓരോന്നോരോന്ന് പാത്രങ്ങളായി കഴുകൂല കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ച് കഴുകുക ചെയ്യണം. അപ്പോൾ സിങ്കിലൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വേണം കഴുകാനൊക്കെ. അപ്പോൾ ഇതാ പാത്രത്തിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ച് കണ്ടില്ലേ. അപ്പോൾ ഇതാ ഒരു ഡ്രമ്മാണിത്. അതിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് ഞാൻ അടച്ചു വയ്ക്കാനുള്ളതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ അതാ ഞാൻ ചോറ് ഊറ്റി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കണ്ടോ, എൻ്റെ കിണറാണിത് വറ്റി വരണ്ടിരിക്കുന്ന കണ്ടോ. ഇതിലൊരു തുള്ളി വെള്ളം ഒരു സൈഡിലുണ്ട്. അതല്ലാതെ അത് ഒന്നിനും പറ്റില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷേ അതിലുള്ളത്. അപ്പം പിന്നെ നല്ല വരണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയൊക്കെ അരിഞ്ഞ് ഉപ്പേരി വയ്ക്കുന്നുണ്ടേ.
അപ്പോൾ ഞാൻ സാധാരണ കുറച്ച് അരിഞ്ഞിട്ട് ഉപ്പേരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ ചക്ക കൊണ്ടുവന്നിട്ട് അടുത്ത വീട്ടിലെ ആൻറ്റി തന്നതാണ്. അപ്പോൾ അമ്മേനോട് ഞാനൊരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അമ്മ ഒരു ഹായ് ഒക്കെ തന്ന്. അപ്പം പിന്നെ ഞങ്ങൾ ചക്കയും വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.